ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കമൽഹാസൻ ഡ്രോയിങ്ങിൻ്റെ പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മുടിയുടെ ഭാഗമൊക്കെയാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ പെൻസിൽ ആർട്ട്ലൈൻ്റെ 8B പെൻസിലും 10B പെൻസിലാണ് ഉപയോഗിക്കുന്നത്. മുടിക്ക് നമുക്ക് നല്ല ഡാർക്കായിട്ടാണല്ലോ വരയ്ക്കേണ്ടത്, അപ്പോൾ അതുകൊണ്ട് ഡാർക്ക്നെസ് കൂടി പെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്യുക, ഫോട്ടോ നോക്കിയിട്ട്. പിന്നെ അവിടെയൊക്കെ നല്ല രീതിയിൽ വെളിച്ചടിക്കുന്ന ഭാഗങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ നരച്ച മുടികൾ ഒരുപാട് വരുന്നുണ്ട്, അതുപോലെ താടിയിലും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് നല്ല സമയത്ത് തന്നെ വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിൽ നിന്ന് വരച്ചു തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഈ വരയ്ക്കുന്ന ഭാഗത്ത് ഒത്തിരി നരച്ചുകൊണ്ടിട്ട് ഭാഗങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് കൂടുതൽ ഡാർക്കായിട്ട് തന്നെയാണ് വരയ്ക്കേണ്ടത്. അപ്പം അതുപോലെ തന്നെ ചെയ്യാം. പിന്നെ അതിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ച് നരച്ച മുടി വരുന്നുണ്ട്. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ നമ്മൾ അതിനുള്ള ഇടയിട്ട് പോയാൽ മതി. എന്നിട്ട് അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ നല്ല ഡാർക്കായിട്ട് വരയ്ക്കുക. എന്നിട്ട് ആ നരച്ച മുടി എടുത്ത് വയ്ക്കുന്ന രീതിയിൽ തന്നെ വരുന്നില്ല, അതായത് ഭാഗം അങ്ങനെ ഇട്ടാച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മഷി കീറുന്ന റീഫിൽ എടുക്കുക. എന്നിട്ട് എവിടേക്കാണ് നരച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ അവിടെ വരച്ചിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഇപ്പോൾ ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുമ്പം ആ ഗ്രാഫൈറ്റ് അങ്ങോട്ട് ഇറങ്ങാതെ നമുക്ക് അവിടെ ആ നരച്ചുകൊണ്ട് കിട്ടുന്ന രീതിയിൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ ആ മെത്തേഡ് ഉപയോഗിക്കുന്നില്ല, ഞാൻ അല്ലാതെ തന്നെ പെൻസിൽ ഉപയോഗിച്ച് വരച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരു പനി പിടിച്ചായിരുന്നു. അപ്പം പനിയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ആണ് വീഡിയോ രണ്ടാമത്തെ ഭാഗം ഇടാൻ ഇത്ര ലേറ്റായത്. അപ്പോൾ പനി മാറിയിട്ട് എനിക്ക് തലവേദനയാണ്, നല്ല രീതിയിൽ തലവേദന ഉണ്ടായിരുന്നു. അപ്പം ഫോണിൽ നോക്കുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാമായിരുന്നു ഇത്ര ദിവസം. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരച്ചത് സൂര്യ ഡ്രോയിങ് ആയിരുന്നു. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒത്തിരി പേര് അത് വരച്ച് നോക്കിയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രോയിങ് ഞാൻ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിജയുടെ ഡ്രോയിങ് ചെയ്തിട്ട് അതും അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ മമ്മൂട്ടിയുടെ അങ്ങനെ ഓരോ ഡ്രോയിങ് ഓരോരുത്തർ ഇങ്ങനെ ചെയ്തിട്ട് ശരിയാണെന്ന് ചോദിച്ച് എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അതൊക്കെ സ്റ്റോറി ഇടാറുണ്ട്, മെൻഷൻ ചെയ്തിട്ട് സ്റ്റോറി ഇടാറുണ്ട്. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ വരച്ചിരുന്നൊക്കെ ഞാൻ യൂട്യൂബിലൂടെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വരച്ചൊക്കെ നോക്കിയിട്ട് എനിക്ക് അയച്ചു തരിക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും, എനിക്കറിയാവുന്നതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. വീണ്ടും വീണ്ടും വരച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ മുകളിൽ കാണിക്കുന്നുണ്ട് വരച്ച് ഞാൻ അയച്ചു തന്നേക്കുന്നൊക്കെ. അപ്പോൾ എനിക്കങ്ങനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ്, നല്ല രീതിയിൽ സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയത് ഡ്രോയിങ്ങൊക്കെ. അപ്പോൾ വീണ്ടും വീണ്ടും വരയ്ക്കുക, അതാണ് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ വീണ്ടും വീണ്ടും വരച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി, നല്ല രീതിയിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. നല്ല ആർട്ടിസ്റ്റായി മാറണമെന്ന് താല്പര്യമുള്ളവർക്കൊക്കെ ആർട്ടിസ്റ്റായി മാറുകയും ചെയ്യാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യമൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ച് തെറ്റിപ്പോയാലും കുഴപ്പമില്ല, വീണ്ടും വീണ്ടും വരച്ചുകൊണ്ടിരിക്കുക. വരച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വര നല്ല രീതിയിൽ തെളിഞ്ഞു വരത്തുള്ളൂ. പ്രാക്ടീസാണ് മുഖ്യമായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാം. ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിനെ കൊടുത്തിട്ടുണ്ട്, ഫേസ്ബുക്കിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ട് വഴി നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാം, ഞാൻ റിപ്ലൈ തന്നെയായിരിക്കും. ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് മാക്സിമം. അപ്പോൾ ഇനി നമ്മൾ വീഡിയോ ലേറ്റ് ആകാതെ ഓരോ ദിവസം ഇട്ടിട്ട് പോകുന്നതായിരിക്കും. അതുപോലെ ഓരോരുത്തർ വരയ്ക്കാൻ വേണ്ടി കമൻറ്റ് ചെയ്യുന്ന കാണാറുണ്ട്. അപ്പോൾ അത് ഞാൻ ഓരോ ദിവസമായിട്ട് ചെയ്തു പോകാം. കമൻറ്റ് നോക്കിയിട്ടാണ് ഞാൻ ചെയ്ത് പോകുന്നത്. ഇപ്പം പിന്നെ ഇതിൻ്റെ അത് പെൻസിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, 10B പെൻസിൽ ഉപയോഗിക്കാം, 8B പെൻസിൽ ഉപയോഗിക്കാം കേട്ടോ. 10B നല്ല ഡാർക്കായിട്ട് വരുന്ന ഭാഗത്ത് മാത്രം 10B ഉപയോഗിക്കുക. പിന്നെ ഇപ്പോൾ ഞാൻ വരയ്ക്കുന്ന ഈ ഭാഗത്ത് താടിയുടെ ഭാഗത്ത് താഴ്ഭാഗം കൊണ്ട് നരച്ച താടിയാണ് വരുന്നത്. അപ്പം അത് നമുക്ക് അവിടെ ജസ്റ്റ് ഒന്നൊരു മാർക്ക് ചെയ്തിട്ട് വെച്ചാൽ മതി. നമുക്ക് ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ ചെയ്യുമ്പം ഇട്ടേക്കുന്ന ഡ്രസ്സൊക്കെ നമ്മൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ നല്ല ഡാർക്കാണല്ലോ. അപ്പം നമ്മൾ
വെളുത്ത താടി എടുത്ത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ആ ഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഭാഗം അവിടെ ക്ലിയർ ആയിക്കോളും. അതായത് നമ്മളിപ്പോൾ അവിടെ വരച്ച് ഇതാക്കണമെന്നില്ല. നമ്മൾ ആ ഡ്രസ്സ് വരയ്ക്കുമ്പോഴത്തേക്കും ആ നരച്ച താടി വരുന്ന ഭാഗമില്ലേ, അപ്പോൾ അത് അവിടെ തന്നെ എടുത്ത് നിന്നോളും. നമ്മൾ പ്രത്യേകിച്ച് വരയ്ക്കണമെന്നില്ല. ആ താഴത്തെ ഭാഗത്ത്, താടിയുടെ താഴത്തെ ഭാഗത്തും കൂടെയാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. അതുപോലെ മീശയുടെ ഭാഗം നല്ല രീതിയിൽ കട്ടിക്കാണ് വരുന്നത്. അപ്പം അത് ചെയ്യുക. അതുപോലെ ലിപ്സ് കുറച്ച് അതിനകത്ത് കാണുന്നുള്ളൂ. അപ്പം അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. അതുപോലെ ഓരോ ബോക്സിലും നോക്കിയിട്ട് എന്തിനാണ് മുടി അല്ല താടി വരുന്നത്, അല്ലെങ്കിൽ മുടി എന്തിനാണ് കട്ടിക്കണം വരുന്നത്, അല്ലെങ്കിൽ താടി എന്തിനാണ് കട്ടിക്കണം വരുന്നത്, അത് നോക്കിയിട്ട് ചെയ്യുക. പെൻസിൽ ഒരുപാട് അമർത്തി പിടിക്കൊന്നും വേണ്ട. നമ്മൾ ഡാർക്കസ്റ്റ് അത്യാവശ്യമുള്ള പെൻസിലായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് പോയാൽ മതി. അപ്പം ഈ ഒരു പാർട്ട് നമ്മുടെ ഇവിടെ കൊണ്ട് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഞാൻ പറയാം, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത പാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ശരിയായിക്കോളും. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡാർക്ക്നെസ് കുറച്ച് കൊടുത്താൽ മതി. അതേപോലെ ഈ കോട്ട് വരയ്ക്കുമ്പോൾ അവിടെ ശരിയായിക്കോളും, ക്ലിയർ ആയിക്കോളും. അപ്പം നമുക്ക് അടുത്ത പാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ താടിയുടെ ഭാഗം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അടുത്ത പാർട്ട് നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കാൻ നോക്കാം, ഇല്ലെങ്കിൽ ഒരു പാർട്ട് കാണുമായിരിക്കും. അപ്പം മാക്സിമം നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഓരോ പാട്ടും മിസ് ചെയ്യാതെ ഓരോ പാട്ടും കണ്ടിട്ട് ഔട്ട്ലൈൻ ചെയ്ത് പഠിക്കുക. അതുപോലെ ഈ ഒരു ഭാഗം കണ്ടിട്ട് ഇത് ചെയ്ത് പഠിക്കുക. ഇതിന് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാൻ പറഞ്ഞില്ലേ, കമൻറ്റ് ചോദിക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു പാർട്ടോടെ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം, ഇല്ലെങ്കിൽ ഒരു പാർട്ടോടെ ഉണ്ടാവും. അപ്പം എല്ലാവരും വരച്ച് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക.